നന്നായിട്ട് പഴുത്ത 2 പഴം ഉപയോഗിച്ചുകൊണ്ട് ചീനച്ചട്ടിയിൽ ദാ ഇതുപോലെ നല്ല പഞ്ഞി പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ നമുക്കിന്ന്. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. മുട്ടയോ ബീറ്ററോ ഓവനോ ഒന്നും തന്നെ വേണ്ട. തൈരൊന്നും യൂസ് ചെയ്യാതെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം മിസ് ചെയ്യാതെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടിരുന്ന് കഴിക്കുക. കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കണേ. അപ്പൊ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനായിട്ട് നന്നായിട്ട് പഴുത്ത് തുടങ്ങിയ ചെറുപഴം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ദാ ഈ ഒരു വലിപ്പത്തിലുള്ള 2 പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ചെറുപഴം ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4, 5 എണ്ണം വരെയൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഴുത്ത ചെറുപഴം വേണം എടുക്കാനായിട്ട്. ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കറുത്ത് തുടങ്ങി ചെറുപഴം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല മധുരം ഉണ്ടാവും നമ്മുടെ കേക്കിന്. എടുത്തിരിക്കുന്ന 2 പഴം ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സർ ജാറിൽ എല്ലാം കൂടി ഒന്നും കൂടെ അടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു വലിപ്പത്തിൽ മാത്രം കട്ട് ചെയ്താൽ മതി. തീരെ അങ്ങോട്ട് പൊടിയൊന്നും ആക്കണ്ട. ഇനിയിപ്പോൾ നമുക്ക് നേരെ മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു മിക്സർ ജാറായിട്ട് എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം മാറ്റി കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 1/4 കപ്പ് പാലും 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാട്ടോ എടുത്തിരിക്കുന്നത്. വേറെ വെളിച്ചെണ്ണയോ അതേപോലെ തന്നെ പാം ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കരുത്. റിഫൈൻഡ് ഓയിൽ തന്നെ വേണം എടുക്കാനായി. 1/2 ടീസ്പൂൺ വാനില എസൻസും അതേപോലെ തന്നെ ഒരു പിഞ്ച് മാത്രം ഉപ്പും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അരച്ചെടുത്തുകൊണ്ട് വരാം. പഴമൊക്കെ നന്നായിട്ട് പഴുത്തതായതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്നും കൂടെ അടിച്ചെടുക്കുക. കണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് നമ്മളിപ്പോൾ അടിച്ചു വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത്യാവശ്യം വലിപ്പമുള്ള ഇതേപോലെ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. ഇനി നമ്മുടെ പഴത്തിൻ്റെ മിക്സിലേക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള ചേരുവകളൊക്കെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ മൈദയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു അരിപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും 2 ടേബിൾ സ്പൂൺ തന്നെ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ പാൽപ്പൊടിയും അതേപോലെ തന്നെ കസ്റ്റാർഡ് പൗഡറും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും കേട്ടോ. മിസ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നന്നായിട്ട് പൊങ്ങി ശരിക്കും സോഫ്റ്റ് ആയി വരാനായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഇതേപോലെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അരിച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് ഇതേപോലെ ഒന്നും കൂടെ അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ പാലിൻ്റെ മിക്സുമായിട്ട് ഇതേപോലെ ഒരു ഹാൻഡ് വിസ്ക് വെച്ച് മൈദ എല്ലാം കൂടി നന്നായിട്ട് ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ പെട്ടെന്ന് നിങ്ങളുടെ റെഡി ആയിട്ട് വന്നോളൂ. വേറെ വെള്ളമോ പാലോ ഒന്നും തന്നെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള പരുവാണ്. കണ്ടോ? ഒരുപാട് കട്ടി കൂടുതലുമില്ല, എന്നാൽ ഒരുപാട് ഗ്ലൂസ് ഒന്നും ആയി പോയിട്ടില്ലാതെ പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരേ 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി കൊടുത്താലുണ്ടല്ലോ നമ്മുടെ കേക്കിൻ്റെ മിക്സിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്ത ആ ഒരു പഴത്തിന് നല്ല വലിപ്പമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ 2 എണ്ണം എടുത്തത്. ചെറിയ പഴമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4, 5 എണ്ണം വരെയൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ തന്നെ റെഡിയാക്കി എടുക്കാം. ഒരു കേക്ക് ടിന്നിലേക്ക് ചുറ്റും ഒന്ന് ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട്. ഒരു ബട്ടർ പേപ്പർ കൊണ്ട് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകളിലേക്കും കൂടി ചുറ്റും ഒന്ന് ഓയിൽ പറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സ് നമ്മുടെ ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഈ സമയം തന്നെ നല്ല അടികട്ടിയുള്ള കുഴിയുള്ള ഒരു ചീനച്ചട്ടിയും കൂടി ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടത് ഇതാണ് നമ്മുടെ കേക്കിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവെന്ന് പറയുന്നത്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒന്നുകൂടെ കളഞ്ഞെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഇറക്കി വെക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ? ഇതുപോലെ നല്ല കട്ടിയുള്ള ഉള്ളുള്ള ഒരു ചീനച്ചട്ടി വേണോട്ടോ എടുക്കാനായിട്ട്. നടുക്ക് ഒരു സ്റ്റാൻഡും കൂടി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മിക്സും കൂടി വെച്ച് കൊടുക്കുക. അടച്ചു വെച്ച് നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാവേ. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റും അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലും ആക്കിയിട്ട് ഒരു 45 മിനിറ്റ് ആട്ടോ മൊത്തത്തിൽ നമുക്ക് വേണ്ടി വന്നത്. ഒരു 45 മിനിറ്റിനുള്ള കറക്റ്റായിട്ട് പൊങ്ങി ശരിക്കും റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു കത്തിയോ ഒരു സ്റ്റിക്കോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നല്ല ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ടെന്ന് കേക്ക് റെഡിയായെന്ന് മനസ്സിലാക്കാം. പുറത്തിറക്കി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടോ? നന്നായിട്ട് തണുത്ത് സൈഡിൽ നിന്നൊക്കെയാണെന്നുണ്ടെങ്കിലും പതുക്കെ ഒന്നുകൂടെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന കേക്ക് തന്നെയാണ്. മുട്ടയോ അതേപോലെ തന്നെ ബീറ്ററോ ഓവനോ തൈരോ ഒന്നും തന്നെ വേണ്ടാതെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ എടുത്ത മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് കേട്ടോ.
മാത്രമല്ല നമ്മൾ ആ കസ്റ്റാർഡ് പൗഡറും അതേപോലെ തന്നെ പാൽപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ കേക്കിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയുണ്ട്. മിസ് ചെയ്യാതെ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ വീഡിയോ റെസിപ്പി ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.